ഇന്ന് മമ്മി പൗച്ചിനെ കുറിച്ചാണ് പറഞ്ഞുതരാൻ പോണത്. എന്താണ് മമ്മി പൗച്ച്? ഡെലിവറി സമയത്ത് വയറിന് ചുറ്റും താഴെ കാണുന്ന ലൂസ് ഫാറ്റ് അല്ലെങ്കിൽ ബൾജിങ്, ഇതാണ് മമ്മി പൗച്ച്. ഇനി ഡയാസ്റ്റാസിസ് റെക്റ്റിനെ കുറിച്ച് പറഞ്ഞുതരാം. എന്താണ് ഡയാസ്റ്റാസിസ് റെക്റ്റി? പ്രഗ്നൻസി സമയത്ത് നമ്മുടെ മസിൽ സ്ട്രെച്ച് ആവാറുണ്ട്, ചിലർക്ക് ഇത് ഗ്യാപ്പായി മാറാറുണ്ട്. ഇതാണ് ഡയാസ്റ്റാസിസ് റെക്റ്റി. അതുകൊണ്ട് ഈ ബെല്ലി പുറത്തേക്ക് പുഷ് ചെയ്ത പോലെ കാണാം. ഈ ഡയാസ്റ്റാസിസ് റെക്റ്റിയും മമ്മി പൗച്ചും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഈ ഡയാസ്റ്റാസിസ് റെക്റ്റി ഉള്ളവർക്ക് മമ്മി പൗച്ച് കൂടുതലായിട്ട് കാണാം. പക്ഷെ ഈ മമ്മി പൗച്ചുള്ള എല്ലാവർക്കും ഡയാസ്റ്റാസിസ് റെക്റ്റി ഉണ്ടാവണമെന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രഗ്നൻസി സമയത്ത് മസിൽ സ്ട്രെച്ച് ആവുന്നത്, കോറ് വീക്ക് ആവുന്നതും ഹോർമോണൽ ചേഞ്ചസുമാണ് ഇതിന്റെ കാരണങ്ങൾ. ഇതിന്റെ സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണ്? റീഹാബ് പ്ലസ് കോർ സ്ട്രെങ്തനിങ് ആണ് ഇതിന്റെ സൊല്യൂഷൻ. ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം. പെൽവിക് ടിൽറ്റ്, ഗ്ലൂട്ട് ബ്രിഡ്ജ്, ഡെഡ് ബഗ്, ഹീൽ സ്ലൈഡ്, ലൈറ്റ് പ്ലാങ്ക്, ഇതൊക്കെയാണ് സിമ്പിൾ ആയിട്ടുള്ള വർക്കൗട്ടുകൾ. കൂടാതെ ബ്രീത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇതിന്റെ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മമ്മി പൗച്ച് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ പതുക്കെ പതുക്കെ ഇത് റെഡ്യൂസ് ആവുള്ളൂ. പിന്നെ കൂടാതെ ഏതൊരു കാര്യത്തിനും നമുക്ക് സേഫ്റ്റി മുഖ്യമാണ്. ഡെലിവറിക്ക് ശേഷം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഹെവി വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. ഡോക്ടറിന്റെ ക്ലിയറൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്താൽ നിങ്ങൾക്ക് മമ്മി പൗച്ച് റെഡ്യൂസ് ആവുന്ന എന്ന കാര്യത്തിൽ ഷുവറാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.